ഹലോ എവരി വൺ, iPlusന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു. ലാബ് അസിസ്റ്റന്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലാബ് അസിസ്റ്റന്റ് MLT ടോപ്പിക്സിൽ നിന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോൺ എൻസൈമാറ്റിക് അഡീഷൻ ഓഫ് എനി ഷുഗർ ടു എ പ്രോട്ടീൻ ഈസ് കോൾഡ് ഓപ്ഷൻ എ ഗ്ലൈക്കോസിലേഷൻ, ഓപ്ഷൻ ബി ഗ്ലൈക്കോജനേഷൻ, ഓപ്ഷൻ സി ഗ്ലൈക്കേഷൻ, ഓപ്ഷൻ ഡി ഗ്ലൈക്കോലൈസിസ്. ഓക്കെ, അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചേക്കുന്നത്? ഷുഗറിലോട്ട്, അതായത് ഷുഗറിലോട്ട് പ്രോട്ടീൻ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ എന്താ പറയുന്നത്? അവിടെ എൻസൈം ഇൻവോൾവ് അല്ല, ദാറ്റ് ഈസ് നോൺ എൻസൈമാറ്റിക്. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷനിൽ ഗ്ലൈക്കോസിലേഷൻ ഉണ്ട്, ഗ്ലൈക്കോജനേഷൻ ഉണ്ട്, ഗ്ലൈക്കേഷൻ ഉണ്ട്, ഗ്ലൈക്കോലൈസിസ് ഉണ്ട് അല്ലെ. അപ്പൊ എല്ലാം ഗ്ലൈക്കോ വരുന്ന കുറേ പ്രോസസ്സസ് ആണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഗ്ലൈക്കേഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഷുഗറിലെ പ്രോട്ടീൻ ആഡ് ചെയ്യുന്നു, അവിടെ എൻസൈം ഇൻവോൾവ് അല്ലാത്ത പ്രോസസ്സിനെ ഗ്ലൈക്കേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഗ്ലൈക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഇറ്റ് ഈസ് എ നോൺ എൻസൈമാറ്റിക് ഗ്ലൈക്കോസിലേഷൻ. ഓക്കെ, അപ്പോൾ എൻസൈം ഉപയോഗിക്കാത്ത ഗ്ലൈക്കോസിലേഷൻ ആണ് ഗ്ലൈക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ സ്പോണ്ടേനിയസ് ആയിട്ട് റിയാക്ഷൻ നടക്കുന്നുണ്ട്. എൻസൈം ഉണ്ടോ? ഇല്ല, എൻസൈം അവിടെ ഇല്ല, നോൺ എൻസൈമാറ്റിക് ആണ് ഈ ഒരു റിയാക്ഷൻ. അപ്പൊ അവിടെ കോവാലന്റ് അറ്റാച്ച്മെന്റ് ആണ്, അതായത് ഒരു ഷുഗർ, ആ ഷുഗർ ഏത് വേണമെങ്കിലും ആകാം, ഗ്ലൂക്കോസോ ഫ്രക്ടോസോ, അതിന്റെ കൂടെ ഒന്നുകിൽ പ്രോട്ടീൻ ആകാം, അല്ലെങ്കിൽ ലിപ്പിഡ് ആകാം, അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡ് ആകാം. ഇത് മൂന്നും ആകാം അറ്റാച്ച് ചെയ്യുന്നത്, പക്ഷെ അവിടെ എൻസൈം ഉണ്ടാകില്ല. അതിനെയാണ് ഗ്ലൈക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എൻസൈം ഉണ്ടെങ്കിൽ അതിനെന്താ പറയുന്നത്? ഗ്ലൈക്കോസിലേഷൻ എന്നാ പറയുന്നത്. അപ്പൊ എൻസൈം ഇല്ലെങ്കിൽ അവിടെ ഗ്ലൈക്കേഷൻ എന്ന് പറയും. എൻസൈം ഉണ്ടെങ്കിൽ, എൻസൈം മീഡിയേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്, അവിടെ ഷുഗറിന്റെ കൂടെ പ്രോട്ടീനോ ലിപ്പിഡോ ഒക്കെ കമ്പൈൻ ചെയ്യുന്നതിനെ ഗ്ലൈക്കോസിലേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഗ്ലൈക്കോസിലേഷനും ഗ്ലൈക്കോസിലേഷൻ അതുപോലെ ഗ്ലൈക്കേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഗ്ലൈക്കോസിലേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എൻസൈം മീഡിയേറ്റഡ് ആണ് റിയാക്ഷൻ. ഓക്കെ, സെയിം തന്നെയാണ്, ഷുഗറിന്റെ കൂടെ പ്രോട്ടീനോ ലിപ്പിഡോ ന്യൂക്ലിക് ആസിഡോ കമ്പൈൻ ചെയ്യുന്നു, ഇറ്റ് ഇസ് ഗ്ലൈക്കോസിലേഷൻ. ഹിയർ എൻസൈം ഇസ് മീഡിയേറ്റഡ്. പക്ഷെ ഗ്ലൈക്കേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ? ഈ സെയിം പ്രോസസ് ആണ്, അതായത് കാർബോഹൈഡ്രേറ്റ് ചെയിൻ, അതായത് ഷുഗറിന്റെ കൂടെ പ്രോട്ടീനോ ലിപ്പിഡോ കമ്പൈൻ ആവുന്നു, പക്ഷെ ഇവിടെ എൻസൈം ഇല്ല. ഓക്കെ, അപ്പൊ അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഗ്ലൈക്കേഷൻ ഇസ് നോൺ എൻസൈമാറ്റിക് റിയാക്ഷൻ, വൈൽ ഗ്ലൈക്കോസിലേഷൻ ഇസ് എൻ എൻസൈം മീഡിയേറ്റഡ് റിയാക്ഷൻ. ഇനി അടുത്ത ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് ഗ്ലൈക്കോജിനേഷൻ ആണ്. ഗ്ലൈക്കോജിനേഷൻ എന്ന് പറയുന്നത് ഈ ഷുഗർ പ്രോട്ടീൻ ആഡ് ചെയ്യുന്ന ഒരു ബയോളജിക്കൽ പ്രോസസ് അല്ല. ഓക്കെ, നമുക്ക് ഗ്ലൈക്കോജെനസിസ് അറിയാം. ഗ്ലൈക്കോജെനസിസ് മീൻസ് ഫോർമേഷൻ, അതായത് ഗ്ലൂക്കോസിൽ നിന്ന് ഗ്ലൈക്കോജൻ ഉണ്ടാകുന്നതിന് ഗ്ലൈക്കോജെനസിസ് എന്ന് പറയും. ഇനി ഗ്ലൈക്കോജനോലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, ജെനസിസ് എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? ജെനസിസ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ എന്താണ്? എന്തെങ്കിലും ഉണ്ടാകുന്നതിന് ജെനസിസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഗ്ലൈക്കോജെനസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോജൻ ഉണ്ടാകുന്ന പ്രോസസ്. ഇനി ലൈസിസ് എന്ന് പറഞ്ഞാൽ ബ്രോക്കൺ ഡൗൺ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ എന്നാണ് അർത്ഥം. ഇപ്പൊ ഗ്ലൈക്കോജനോലൈസിസ് എന്ന് പറഞ്ഞാൽ തിരിച്ച് ഗ്ലൈക്കോജൻ ബ്രോക്കൺ ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് ആകുന്ന പ്രോസസ് ഗ്ലൈക്കോജനോലൈസിസ്. ഗ്ലൂക്കോസിൽ നിന്ന് ഗ്ലൈക്കോജൻ ആകുന്ന പ്രോസസ് ഗ്ലൈക്കോജെനസിസ്. ഓക്കെ, ഇനി എന്താ ഗ്ലൈക്കോലൈസിസ് എന്ന് പറഞ്ഞാൽ? നേരത്തെ പറഞ്ഞു ലൈസിസ് മീൻസ് ബ്രോക്കൺ ഡൗൺ അല്ലെ. അപ്പൊ ഗ്ലൈക്കോലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലൈക്കോലൈസിസ് അതായത് ഗ്ലൂക്കോസ് ബ്രോക്കൺ ഡൗൺ ചെയ്യുന്ന ഒരു മെറ്റബോളിക് പാത്വേ ആണ്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഗ്ലൂക്കോസ് എന്തായി മാറുന്നു? പൈറുവേറ്റ് ആകുന്നു. ഓക്കെ, പൈറുവേറ്റ് ആകുന്നു, അതിന്റെ കൂടെ എന്ത് റിലീസ് ചെയ്യുന്നു? ATP, എനർജി റിലീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതൊരു കാറ്റബോളിക് പ്രോസസ് ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നത് എന്തായിരുന്നു? യെസ്, ഷുഗർ പ്രോട്ടീനുമായിട്ട് ചേരുന്ന ഒരു പ്രോസസ്സ്, അതിനെ ഗ്ലൈക്കോസിലേഷൻ എന്ന് പറയും ഇഫ് ദ എൻസൈം ഈസ് മീഡിയേറ്റഡ്. അതുപോലെ എൻസൈം ഇല്ലെങ്കിൽ നമ്മൾ അതിനെ എന്താ വിളിക്കുന്നത്? ഗ്ലൈക്കേഷൻ എന്ന് പറയും. ഗ്ലൈക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എൻസൈം ഇല്ല. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ആൻസർ വരുന്നത്, ആദ്യം നോട്ട് ചെയ്യേണ്ടത് അഡീഷൻ ഓഫ് ഷുഗർ ടു പ്രോട്ടീൻ. അപ്പൊ അവിടെ നമുക്ക് രണ്ടും വരാം, ഗ്ലൈക്കോസിലേഷൻ വരാം, ഗ്ലൈക്കേഷൻ വരാം. അടുത്ത് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് നോൺ എൻസൈമാറ്റിക്. എൻസൈമാറ്റിക് ആണെങ്കിലേ ഗ്ലൈക്കോസിലേഷൻ വരൂ, എൻസൈമാറ്റിക് അല്ലെങ്കിൽ ഗ്ലൈക്കേഷൻ. സോ ദി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഗ്ലൈക്കേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ടെസ്റ്റ് ടു അസസ് ദ എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ ഓഫ് ലിവർ, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഓപ്ഷൻ എ കാർഡിയാക് ഗ്രീൻ ടെസ്റ്റ്, ഓപ്ഷൻ ബി PSP ടെസ്റ്റ്, ഓപ്ഷൻ സി SGOT എസ്റ്റിമേഷൻ, ഓപ്ഷൻ ഡി സീറം ബിലിറൂബിൻ. ഓക്കെ, നമുക്ക് എല്ലാ ടെസ്റ്റും പഠിക്കാനുണ്ട്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, അതുപോലെ
റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്, ലിപിഡ് പ്രൊഫൈൽ, അതുപോലെ CBC എല്ലാ ടെസ്റ്റും ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിവറിന്റെ എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ അസസ് ചെയ്യണം. അപ്പൊ ലിവറിന്റെ എക്സ്ക്രീഷൻ നോർമൽ ആയിട്ടാണോ നടക്കുന്നതെന്ന് അറിയാനായിട്ട് ഇതിൽ ഏത് ടെസ്റ്റാ ചെയ്തു നോക്കുന്നത്? യെസ്, നമ്മൾ സീറം ബിലിറൂബിൻ ആണ് ചെയ്തു നോക്കുന്നത്. ഓക്കെ, അപ്പൊ ലിവറിന്റെ എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ അസസ് ചെയ്യാനായിട്ട് അപ്പൊ ഓരോ ടെസ്റ്റ് ചെയ്യുന്നതിന് ഓരോ ഉദ്ദേശം ഉണ്ടാവും അല്ലെ. അപ്പൊ ലിവറിന്റെ എക്സ്ക്രീഷൻ നല്ല രീതിയിലാണോ നടക്കുന്നത്? അപ്പൊ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ കുറേ ടെസ്റ്റ് കവേർഡ് ആണ്. അപ്പൊ അതിൽ സീറം ബിലിറൂബിൻ ചെയ്യുന്നത് ലിവറിന്റെ എക്സ്ക്രീഷൻ നോർമൽ ആയിട്ടാണോ നടക്കുന്നത് എന്ന് അറിയാനായിരിക്കും. ഓക്കെ, അപ്പൊ ലിവർ ആണ് ബിലിറൂബിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ആ റെഡ് ബ്ലഡ് സെൽസിന്റെ ബ്രേക്ക് ഡൗൺ കഴിഞ്ഞുണ്ടാകുന്ന ബൈ പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇതിനെ കോൺജുഗേറ്റ് ചെയ്യിക്കുന്നത് ലിവർ ആണ്. ലിവർ ആണ് ഈ ബിലിറൂബിനെ കോൺജുഗേറ്റ് ചെയ്ത് ബൈലിലോട്ട് എക്സ്ക്രീറ്റ് ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് ലെവൽ കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ബ്ലഡില് ഇതിന്റെ ലെവൽ സീറം ബിലിറൂബിൻ ലെവൽ കൂടുതലാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാം, ആ എക്സ്ക്രീറ്ററി പ്രോസസ്സിന് എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ലിവറിന്റെ എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ എന്തെങ്കിലും പ്രോബ്ലമാറ്റിക് ആണോ, അല്ലെങ്കിൽ ബൈൽ ഡക്റ്റിൽ വല്ല ബ്ലോക്കേജ് ഉണ്ടോ? അപ്പൊ ഈ ലിവറിന്റെ എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ അസസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടെസ്റ്റ് ഏതാണ്? ബിലിറൂബിൻ നോക്കുക എന്നുള്ളതാണ്. കാരണം ലിവർ ആണ് ഈ ബിലിറൂബിനെ കോൺജുഗേറ്റ് ചെയ്യിക്കുന്നത്. ഓക്കെ, എന്നിട്ട് അതിനെ ബൈലിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യിക്കുന്നത്. അപ്പൊ ബാക്കി ഓപ്ഷനിലുള്ള ടെസ്റ്റുകൾ ഏതൊക്കെയായിരുന്നു? കാർഡിയാക് ഗ്രീൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻഡോസയാനിൻ ഗ്രീൻ, ആ ഒരു ഡൈ ഉപയോഗിച്ച് ലിവറിലെ ബ്ലഡ് ഫ്ലോ ഒക്കെ അറിയാൻ പറ്റും. ഓക്കെ, ബ്ലഡ് ഫ്ലോ അതുപോലെ ക്ലിയറൻസ് അറിയാൻ പറ്റും, അല്ല എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ നോക്കുന്നതല്ല. ഓക്കെ, ഇനി ചിലപ്പോൾ കാർഡിയാക് ഗ്രീൻ എന്ന് പറയുന്നത് കാർഡിയാക് സ്റ്റഡീസിലൊക്കെ ഡൈ ആയിട്ടും അതും യൂസ് ചെയ്യാറുണ്ട്. അടുത്ത PSP എന്ന് പറയുന്നത് ഫിനോൾ സൾഫ്തലിൻ ടെസ്റ്റ് ആണ്. ഓക്കെ, അത് കിഡ്നിയുടെ ഫംഗ്ഷൻ അസസ് ചെയ്യാനാണ്. ഓക്കെ, അതല്ലാതെ ലിവറിന്റെ ഫംഗ്ഷൻ അല്ല. PSP ടെസ്റ്റ് ഉപയോഗിക്കുന്നത് കിഡ്നി ഫംഗ്ഷൻ അസസ് ചെയ്യാൻ വേണ്ടിയാണ്. അടുത്തത് SGOT അല്ലെങ്കിൽ AST എന്ന് പറയുന്നത് ലിവറിന് വല്ല ഡാമേജ് ഉണ്ടോ എന്നറിയാൻ ചെയ്യുന്ന ടെസ്റ്റ്, ഒരു എൻസൈം ടെസ്റ്റ് ആണ്. SGOTയും SGPTയും ചെയ്യും. ഓക്കെ, അത് ലിവറിന്റെ എക്സ്ക്രീറ്ററി കപ്പാസിറ്റി അറിയാൻ വേണ്ടിയല്ല, ലിവറിന്റെ സെല്ലിന് വല്ല ഡാമേജ് ഉണ്ടോ, അപ്പൊ ലിവറിന് ഇഞ്ചുറീസ് ഉണ്ടോ, അപ്പൊ ലിവർ സെല്ല് അതായത് ഹെപ്പറ്റോ സെല്ലുലാർ ഡാമേജ് അറിയാൻ വേണ്ടിയാണ് നമ്മൾ SGOT ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, SGOTനെ നമ്മൾ AST എന്നും പറയും. അപ്പൊ SGOT നോക്കുന്നത് എന്തിനാണ്? ലിവറിന്റെ സെല്ല് ഡാമേജ് ഉണ്ടോ എന്നറിയാനാ. നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ലിവറിന്റെ എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ അസസ് ചെയ്യാനാണെന്ന്. അപ്പൊ ലിവറിന്റെ എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാണ്? സീറം ബിലിറൂബിൻ ആണ്. SGOTയും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിന്റെ പാർട്ട് ആണെങ്കിലും ലിവർ സെല്ലിന് ഡാമേജ് ഉണ്ടോ എന്ന് അറിയാനാണ് SGOT ഒക്കെ നോക്കുന്നത്. അപ്പൊ ലിവറിന്റെ എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ ആണ് നമുക്ക് നോക്കേണ്ടതെങ്കിൽ ഏതാ നോക്കേണ്ടത്? സീറം ബിലിറൂബിൻ ആണ് നോക്കേണ്ടത്. അപ്പൊ ഓപ്ഷൻ D ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡ്രൈ കെമിസ്ട്രി സിസ്റ്റം റിയാക്ഷൻ ഇസ് മെഷേർഡ് ബൈ ഓപ്ഷൻ A ഫ്ലൂ സൈറ്റോമെട്രി, ഓപ്ഷൻ B എമിഷൻ സ്പെക്ട്രോസ്കോപ്പി, ഓപ്ഷൻ C റിഫ്ലക്റ്റൻസ് സ്പെക്ട്രോഫോട്ടോമെട്രി, ഓപ്ഷൻ D നെഫലോമെട്രി. ഏതാണ്? ഈ ഡ്രൈ കെമിസ്ട്രി സിസ്റ്റത്തിൽ റിയാക്ഷൻസ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? യെസ്, ഇറ്റ് ഈസ് ബൈ റിഫ്ലക്റ്റൻസ് സ്പെക്ട്രോഫോട്ടോമെട്രി. ഓപ്ഷൻ C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഡ്രൈ കെമിസ്ട്രി സിസ്റ്റത്തിൽ റിയാക്ഷൻ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? റിഫ്ലക്റ്റൻസ് സ്പെക്ട്രോഫോട്ടോമെട്രി വഴിയാണ്. ഓക്കെ, ഈ ഡ്രൈ കെമിസ്ട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ലിക്വിഡ് റിയേജന്റ് അല്ല ഉപയോഗിക്കുന്നത്, അതിന് പകരം സോളിഡ് ആയിട്ടുള്ള, അതായത് റിയേജന്റ് കോട്ട് ചെയ്ത സ്ലൈഡുകളും സ്ട്രിപ്പുകളും. അപ്പൊ ഡ്രൈ കെമിസ്ട്രി സിസ്റ്റത്തിന്റെ പ്രത്യേകത ദേ ആർ യൂസിങ് റിയേജന്റ് കോട്ടഡ് സ്ലൈഡ്സ് ഓർ സ്ട്രിപ്സ്. അതൊരു സോളിഡ് ഫേസ് ആണ്, ലിക്വിഡ് റിയേജൻസ് അല്ല. അപ്പൊ ഇവിടെ റിയാക്ഷൻ നടക്കുമ്പോൾ ടെസ്റ്റ് സ്ട്രിപ്പിന്റെ കളർ വ്യത്യാസം വരും. ഓക്കെ, അപ്പൊ അനലൈസർ ഇലുമിനേറ്റ് ചെയ്യും, ഈ സ്ലൈഡിനെ ലൈറ്റ് ഉപയോഗിച്ച് നമ്മൾ ഇലുമിനേറ്റ് ചെയ്തിട്ട് ഇതിൽ നിന്ന് എത്ര ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കും. ഓക്കെ, അപ്പൊ അതിന്റെ ടെക്നിക്കിനെയാണ് റിഫ്ലക്റ്റൻസ് സ്പെക്ട്രോഫോട്ടോമെട്രി എന്ന് പറയുന്നത്. അപ്പൊ ഈ ടെക്നിക്ക് ഉപയോഗിച്ച്, ഈ ടെക്നിക്കിന്റെ പ്രത്യേകത എന്താണ്? എത്ര ലൈറ്റ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം ദ സർഫസ്. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര ലൈറ്റ് ആണ് റിഫ്ലക്ട് ചെയ്യുന്നത് എന്നാണ് നോക്കണം. അങ്ങനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ അസസ് ചെയ്യുന്നത്. പക്ഷെ വെറ്റ് കെമിസ്ട്രിയിൽ നമ്മൾ നോക്കുന്നത് എത്ര ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഡ്രൈ കെമിസ്ട്രിയിൽ നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നതാണ് നോക്കുന്നത്. വെറ്റ് കെമിസ്ട്രിയുടെ കേസിൽ ലിക്വിഡ് റിയേജൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ട്രാൻസ്മിറ്റൻസ് ആണ് നോക്കുന്നത്. അതാണ് വ്യത്യാസം. ഡ്രൈ കെമിസ്ട്രിയിലാണെങ്കിൽ റിഫ്ലക്റ്റൻസ് ഫോട്ടോമെട്രി, സ്പെക്ട്രോ ഫോട്ടോമെട്രിയിലൂടെയാണ് റിയാക്ഷൻ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റിയാക്ഷനിൽ റിയേജന്റിന്റെ ഒക്കെ കളർ ചേഞ്ച് ആവും. അപ്പൊ എത്ര ലൈറ്റ് ആണ് എത്ര ലൈറ്റ് ഇന്റൻസിറ്റി ആണ് റിഫ്ലക്ട് ചെയ്യാന്ന് നോക്കുക. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ C, റിഫ്ലക്റ്റൻസ് സ്പെക്ട്രോ ഫോട്ടോമെട്രി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലീബർമാൻ ബുർച്ചാർഡ് റിയാക്ഷൻ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഓപ്ഷൻ A ഷുഗർ,
ഓപ്ഷൻ ബി ആൽബുമിൻ, ഓപ്ഷൻ സി ക്രിയാറ്റിനിൻ, ഓപ്ഷൻ ഡി കൊളസ്ട്രോൾ. ലീബർമാൻ ബുർച്ചാർഡ് റിയാക്ഷൻ ഇസ് റിലേറ്റഡ് ടു, യെസ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി കൊളസ്ട്രോൾ ആണ്. ഓക്കെ, ഈ ലീബർമാൻ ബുർച്ചാർഡ് റിയാക്ഷൻ ചെയ്യുന്നത് അതൊരു കളറിമെട്രിക് ടെസ്റ്റ് ആണ്, കളറിമെട്രിക് കെമിക്കൽ ടെസ്റ്റ് ആണ്. എന്ത് ടെസ്റ്റ് ചെയ്യുന്നതാണ്? യെസ്, ടു ഡിറ്റക്ട് കൊളസ്ട്രോള്. കൊളസ്ട്രോളിനെ ഡിറ്റക്ട് ചെയ്യാനും ക്വാണ്ടിഫൈ ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു റിയാക്ഷൻ ആണ് ലീബർമാൻ ബുർച്ചാർഡ് റിയാക്ഷൻ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? കൊളസ്ട്രോൾ എന്താ ചെയ്യുന്നത്? അസറ്റിക് ആൻഹൈഡ്രൈഡ് ആയിട്ടും അതുപോലെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു കളർ ഉണ്ടാക്കും. അതായത് ഒരു ഗ്രീൻ അല്ലെങ്കിൽ ഒരു ബ്ലൂ ഗ്രീൻ കളർ. അപ്പൊ ഇതിന്റെ കളർ നോക്കിയിട്ട് നമുക്കറിയാം എത്ര കൊളസ്ട്രോൾ ഉണ്ടാകും. ആ സാമ്പിളിൽ, ഇപ്പൊ ബ്ലഡ് സാമ്പിൾ എത്ര കൊളസ്ട്രോൾ ഉണ്ടാകും ഈ ഉണ്ടാക്കിയ കളറിന്റെ ഇന്റൻസിറ്റിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് സീറത്തിൽ നിന്ന് കൊളസ്ട്രോൾ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ലീബർമാൻ ബുർച്ചാർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു കളറിമെട്രിക് കെമിക്കൽ ടെസ്റ്റ് ആണ്. അപ്പൊ കളറിന്റെ ഇന്റൻസിറ്റിയിൽ നിന്നാണ് അവിടെ റിയാക്ഷൻ അസസ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ മെഷർ ചെയ്യുന്നത് എത്രത്തോളം കൊളസ്ട്രോൾ ഉണ്ടെന്നുള്ളത്. അപ്പൊ ആ കളറിന് കാരണം ഒരു ബ്ലൂ ഗ്രീൻ കളറാണ് ഉണ്ടാകുന്നത്. അതിന് കാരണം കൊളസ്ട്രോളിന്റെ റിയാക്ഷൻ ആണ്. ദാറ്റ് ഇസ് എ റിയാക്ഷൻ ഓഫ് കൊളസ്ട്രോൾ വിത്ത് അസിറ്റിക് ആൻഹൈഡ്രൈഡ് ആൻഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ ഈ കളറിന്റെ ഇന്റൻസിറ്റിയിൽ നിന്ന് നമുക്ക് ആ സാമ്പിളിൽ എത്ര കൊളസ്ട്രോൾ ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ സാധിക്കും. സോ ദ ലീബർമാൻ ബുർച്ചാർഡ് റിയാക്ഷൻ ഇറ്റ് ഈസ് യൂസ് ടു അസസ്. എന്താണ് അസസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? യെസ്, ഇറ്റ് ഇസ് കൊളസ്ട്രോൾ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ ഷുഗറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ബ്ലഡ് ഷുഗർ നോക്കുമ്പോഴത്തേക്ക് അതിന് ബെനഡിക്സ് ടെസ്റ്റ്, ഫെലിങ്സ് ടെസ്റ്റ്, മോളിഷ് ടെസ്റ്റ് ഒക്കെ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ആൽബുമിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആൽബുമിന് ബയൂററ്റ് ടെസ്റ്റ്, ഇൻഹൈഡ്രിൻ ടെസ്റ്റ് അല്ലെങ്കിൽ ഹീറ്റ് കൊയാഗുലേഷൻ ടെസ്റ്റ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ക്രിയാറ്റിനിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ജാപ്സ് റിയാക്ഷൻ ഉപയോഗിച്ചാണ്, അല്ലെ? ജാപ്സ് റിയാക്ഷൻ അതിൽ ഈ ഒരു പിക്രിക് ആസിഡ് ആൽക്കലൈൻ മീഡിയത്തിൽ ഉപയോഗിക്കും. എന്നിട്ട് ഒരു ഓറഞ്ച് റെഡ് കോംപ്ലക്സ് ഉണ്ടാവും. അപ്പൊ ക്രിയാറ്റിനിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏതാ ടെസ്റ്റിന്റെ പേര്? ക്രിയാറ്റിനിൻ എന്ന് പറയുമ്പോൾ ജാപ്സ് ടെസ്റ്റാ. അപ്പൊ ഇവിടെ ചോദിച്ച ടെസ്റ്റ് ലീബർമാൻ ബുർച്ചാർഡ് റിയാക്ഷൻ ആണ്. അത് ഏത് അസസ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്? യെസ്, കൊളസ്ട്രോൾ ഡിറ്റക്ട് ചെയ്യാനും ക്വാണ്ടിഫൈ ചെയ്യാനും അതിന്റെ മെഷർമെന്റ് എടുക്കാനാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? ലീബർമാൻ ബുർച്ചാർഡ് റിയാക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോൺ സിൻഡ്രോം. ദാറ്റ് ഇസ് കോൺ സിൻഡ്രോം ഈസ് ഓപ്ഷൻ എ ഹൈപ്പർ ആൽഡോസ്റ്റിറോണിസം, ഓപ്ഷൻ ബി ഹൈപ്പർ തൈറോയിഡിസം, ഓപ്ഷൻ സി ഹൈപ്പോ തൈറോയിഡിസം, ഓപ്ഷൻ ഡി ഹൈപ്പോ പിറ്റ്യൂട്ടറിസം. എന്താണ് ഈ കോൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ? യെസ്, ഇറ്റ് ഇസ് ഓപ്ഷൻ എ ഹൈപ്പർ ആൽഡോസ്റ്റിറോണിസം ആണ്. ഹൈപ്പർ എന്ന് വെച്ചാൽ ഇൻക്രീസ്ഡ് ലെവൽ, അല്ലെ? ഹൈപ്പോ എന്ന് പറഞ്ഞാൽ ഡിക്രീസ്ഡ് ലെവൽ. അപ്പൊ ഏത് ഹോർമോണിന്റെ വ്യത്യാസങ്ങളൊക്കെയാണ് ഈ ഒരു കോൺ സിൻഡ്രോം പറയുന്നത്? അതായത് കോൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ പ്രൈമറി ഹൈപ്പർ ആൽഡോസ്റ്റിറോണിസം ആണ്. അതായത് അഡ്രീനൽ ഗ്ലാൻഡ് ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതൽ ഉണ്ടാക്കുന്നു. ഓക്കെ, അഡ്രീനൽ ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ഒരു ഹോർമോൺ ആണ് ആൽഡോസ്റ്റിറോൺ. അത് കൂടുതൽ ഉണ്ടാകുന്നതിനെയാണ് ഹൈപ്പർ ആൽഡോസ്റ്റിറോണിസം എന്ന് പറയുന്നത്. അതിനെയാണ് കോൺ സിൻഡ്രോം എന്നും പറയുന്നത്. അപ്പൊ അത് ഉണ്ടാകാൻ കാരണം എന്തെങ്കിലും ഒരു ട്യൂമർ, ഇപ്പൊ അഡ്രീനൽ കോർട്ടെക്സിൽ ഒരു ബിനൈൻ ട്യൂമർ ആയിരിക്കാം, അഡിനോമ പോലെ ഒരു ബിനൈൻ ട്യൂമർ ഈ കോർട്ടെക്സിൽ ഉണ്ടെന്ന് വെച്ചു. അപ്പൊ എന്താ ചെയ്യുക? ആ ഹോർമോൺ കൂടുതൽ ഉണ്ടാക്കും. അല്ലെങ്കിൽ ഇപ്പോ രണ്ട് അഡ്രീനൽ ഗ്ലാൻഡും കൂടുതലായിട്ട് ബൈലാറ്ററൽ അഡ്രീനൽ ഹൈപ്പർപ്ലേസിയ. അപ്പൊ ഒന്നുകിൽ ബിനൈൻ ട്യൂമറോ അല്ലെങ്കിൽ ഹൈപ്പർപ്ലേസിയോ കാരണമായിരിക്കാം ഇതുപോലെ കൂടുതലായിട്ട് എക്സസീവ് എമൗണ്ടിൽ ഈ ഹോർമോൺ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ എക്സസ് ആയിട്ട് ബോഡിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കണ്ടീഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ബ്ലഡ് പ്രഷർ വളരെ കൂടുതലായിരിക്കും. ദാറ്റ് ഇസ് ഹൈപ്പർ ടെൻഷൻ. പിന്നെ ഒരു കണ്ടീഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളത് പൊട്ടാഷ്യത്തിന്റെ ലെവൽ വളരെ കുറവായിരിക്കും. അപ്പൊ ഹൈപ്പർ ടെൻഷന്റെ കൂടെ ഹൈപ്പോകെലീമിയ, അതായത് പൊട്ടാഷ്യം ലെവൽ കുറയുന്ന അവസ്ഥേനെയാണ് ഹൈപ്പോകെലീമിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹൈപ്പർ ടെൻഷന്റെ കൂടെ മിക്കവാറും ഹൈപ്പോകെലീമിയ കാണുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ കോൺ സിൻഡ്രോം ആയിരിക്കാം. അതായത് അഡ്രീനൽ ഗ്ലാൻഡ് ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കാം ഈ ഒരു ഹൈ ബ്ലഡ് പ്രഷർ, അതിന്റെ കൂടെ തന്നെ ഹൈപ്പോകെലീമിയ, ഇത് ഒരുമിച്ച് ഉണ്ടാവും. ഓക്കെ, അപ്പൊ കോൺ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അവസ്ഥ പ്രൈമറി ഹൈപ്പർ ആൽഡോസ്റ്റിറോണിസം ആണ്. അതായത് അഡ്രീനൽ ഗ്ലാൻഡ് ഈ ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ എക്സസീവ് ആയിട്ട് ഉണ്ടാക്കുന്നു. അപ്പൊ ഉണ്ടാകാൻ സാധ്യതയുള്ള സിംറ്റംസിൽ ഹൈ ബ്ലഡ് പ്രഷർ, ദാറ്റ് ഇസ് ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പോകെലീമിയ, ദാറ്റ് ഇസ് ലോ പൊട്ടാഷ്യം ലെവൽ. പിന്നെ ചില കേസസിൽ മസിൽ വീക്ക്നെസ്സും ക്രാമ്പും ഹെഡ് ഏക്കും ഒക്കെ അക്കമ്പനി ചെയ്യാം. അപ്പൊ ഇനി ബാക്കി ഓപ്ഷനിലുള്ളത് എന്തായിരുന്നു? ഹൈപ്പർ തൈറോയിഡിസം. എന്താണ് ഈ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ? അതെ, തൈറോയിഡ് ഹോർമോൺ കൂടുതൽ ഉണ്ടാകുന്ന ഒരവസ്ഥ. ഇനി ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ ഈ തൈറോയിഡ് ഹോർമോൺ കുറവ് ബോഡിയിൽ ഉണ്ടാകുന്ന ഒരവസ്ഥ. അടുത്തത് ഹൈപ്പോ പിറ്റ്യൂട്ടറിസം എന്ന് പറഞ്ഞാൽ പിറ്റ്യൂട്ടറി ഫംഗ്ഷൻ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ കുറയുന്ന ഒരു കണ്ടീഷനാണ് ഹൈപ്പോ പിറ്റ്യൂട്ടറിസം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കോൺ സിൻഡ്രോം എന്താണെന്നുള്ളതാണ്.
കോൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് പ്രൈമറി ഹൈപ്പർ ആൽഡോസ്റ്റിറോണിസം. ഓക്കെ, hope it's clear. Now we are moving on to the next question, that is microbiology. Chinese letter pattern, it is a characteristic feature of option A vibrios, option B corine bacteria, option C spirilla, option D streptococci. അതായത് ഓരോ ബാക്ടീരിയയ്ക്കും പല ടൈപ്പ് ഓഫ് പല ഷേപ്പിൽ വ്യത്യാസമുണ്ട്, അല്ല ഡിഫറെന്റ് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ചൈനീസ് ലെറ്റർ പാറ്റേൺ എന്ന് പറയുന്നത് ഏതോ ഒരു ബാക്ടീരിയയുടെ ക്ലാസിക്കൽ ഫീച്ചർ ആണ്. ഏതിന്റെ ആകാം അത്? ചൈനീസ് ലെറ്റർ പാറ്റേൺ. Chinese, yes, it is a characteristic feature of corine bacteria. C for Chinese and C for corine. അപ്പൊ ബാക്കിയുള്ളത് എന്താണ് ഈ ചൈനീസ് ലെറ്റർ പാറ്റേണിനെ നമുക്ക് ക്യൂണിഫോം എന്ന് പറയാം, അല്ലെങ്കിൽ വി അല്ലെങ്കിൽ എൽ അറേഞ്ച്മെന്റ് എന്ന് പറയാം. അപ്പൊ അത് ഈ ഒരു കൊറൈൻ ബാക്ടീരിയ, അതായത് ഡിഫ്തീരിയ ഒക്കെ ഉണ്ടാക്കുന്ന ബാക്ടീരിയ, കൊറൈൻ ബാക്ടീരിയ ഡിഫ്തീരിയ. അപ്പൊ ഈ ഒരു ബാക്ടീരിയയുടെ വളരെ ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ ചൈനീസ് ലെറ്റർ പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് കാരണം അതിന്റെ ഒരു ഡിവിഷൻ ആണ്, ഒരു ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ, സ്നാപ്പിംഗ് ഡിവിഷൻ എന്ന് പറയും. അവിടെ ഈ ഡോട്ടർ സെൽസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്താലും പാർഷ്യലി അറ്റാച്ച് ചെയ്തിരിക്കും. അപ്പൊ എന്താ ചെയ്യുന്ന, ഒരു ആംഗിളിൽ ഇങ്ങനെ അതുകൊണ്ടാണ് ഒരു എൽ അല്ലെങ്കിൽ വി ഷേപ്പിൽ ഇരിക്കുക. അപ്പൊ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ അത് ചൈനീസ് ലെറ്റേഴ്സ് പോലെ, ക്യാരക്ടേഴ്സ് പോലെ തോന്നാം. അതുകൊണ്ടാണ് ഈ ഒരു ക്യൂണിഫോം അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ ചൈനീസ് ലെറ്റർ പാറ്റേൺ എന്ന് പറയാം, ചൈനീസ് ലെറ്റർ പാറ്റേൺ എന്ന് പറയാം, അല്ലെങ്കിൽ ക്യൂണിഫോം പാറ്റേൺ എന്ന് പറയാം, അല്ലെങ്കിൽ വി അല്ലെങ്കിൽ എൽ അറേഞ്ച്മെന്റ് എന്നൊക്കെ വിളിക്കാം. ഓക്കെ, അതിന് കാരണം കൊറൈൻ ബാക്ടീരിയ ആണ്. ഇനി വിബ്രിയോയുടെ പ്രത്യേകത എന്താ? നമ്മുടെ വിബ്രിയോ, കോളറ ഉണ്ടാക്കുന്ന വിബ്രിയോസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയാസ്, അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ഷേപ്പ് കോമ ഷേപ്പ് ആണ്. ഒരു കേർവ്ഡ് റോഡ് പോലെ ഇരിക്കും, അല്ലാതെ ലെറ്റർ അല്ല, കേർവ്ഡ് റോഡ് പോലെ ഇരിക്കും. ഇനി സ്പൈറില എന്ന് പറയുന്നത് സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയ ആണ്, അല്ലെ? അവരുടെ പ്രത്യേകത ഹെലിക്കൽ അല്ലെങ്കിൽ സ്പൈറൽ ഷേപ്ഡ് ആയിരിക്കും. ഓക്കെ, ഇനി സ്ട്രെപ്റ്റോകോക്കയുടെ പ്രത്യേകത എന്താണ്? സ്ട്രെപ്റ്റോകോക്കൈ എന്ന് പറഞ്ഞാൽ എന്താ? കോക്കൈ മീൻസ് അവർ സ്ഫെരിക്കൽ ഷേപ്പ് ആണ്. ഓക്കെ, സ്ഫെരിക്കൽ ഷേപ്പ് ആണ്. സ്ട്രെപ്റ്റോകോക്കൈ എന്ന് പറയുന്നത് ചെയിന് പോലെ ഇരിക്കും. ഓക്കെ, സ്ഫെരിക്കൽ ബാക്ടീരിയ ദാറ്റ് ഡിവൈഡ് ഇൻ എ സിംഗിൾ പ്ലെയിൻ ടു ഫോം ചെയിൻസ്. അപ്പോ ഒരു പാറ്റേൺ, ചൈനീസ് ലെറ്റർ പാറ്റേൺ ആരുടെ പ്രത്യേകതയാണ്? കൊറൈൻ ബാക്ടീരിയയുടെയാണ്. സ്ട്രെപ്റ്റോകോക്ക ആണെങ്കിൽ ചെയിൻ ഫോമില്, കോക്കൈ സ്ഫെരിക്കൽ ആണ്, സ്പൈറല മീൻസ് സ്പൈറൽ ഷേപ്പ് ആണ്, വിബ്രിയോ മീൻസ് കോമ ഷേപ്പ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ കാണുന്നത് വിബ്രിയോ നമുക്കറിയാം കോമ ഷേപ്പ് ആണ്, സ്പൈറില അറിയാം സ്പൈറൽ ഷേപ്പ് ആണ്, സ്ട്രെപ്റ്റോകോക്ക ചെയിൻ ആയിട്ട്. അപ്പൊ ആൻസർ ഏതാ വരിക? യെസ്, ചൈനീസ് ലെറ്റർ പാറ്റേൺ, അല്ലെങ്കിൽ അതിനെ ക്യൂണിഫോം അല്ലെങ്കിൽ വി ഷേപ്പ് അല്ലെങ്കിൽ എൽ ഷേപ്പ് ഒക്കെ ആരുടെ അറേഞ്ച്മെന്റ് ആ? കൊറൈൻ ബാക്ടീരിയത്തിന്റെ അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹോൾഡിംഗ് പീരീഡ് ഓഫ് ഹോട്ട് എയർ ഓവൻ ഈസ് ഓപ്ഷൻ എ 120 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 മിനിറ്റ്സ്, 72 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 to 20 seconds, 160 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1 hour, 160 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 minutes. അപ്പൊ ഹോൾഡിംഗ് പീരീഡ്, ഹോട്ട് എയർ ഓവന്റെ ഹോൾഡിംഗ് പീരീഡ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഹോട്ട് എയർ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഹോട്ട് എയർ ഓവന്റെ ഹോൾഡിംഗ് പീരീഡ് 160 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1 hour ആണ്. ഓക്കെ, എന്താണ് ഈ ഹോട്ട് എയർ ഓവൻ എന്ന് പറയുന്നത്? അതായത് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഈ ഹോട്ട് എയർ ഓവൻ. നമുക്ക് ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇൻസ്ട്രുമെന്റ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അത് കൂടുതലായിട്ടും ഇത് പ്രൈമർലി ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ ഐറ്റംസ് ദാറ്റ് മേ ബി മോയിസ്റ്റ് ഹീറ്റിൽ ചിലപ്പോ ഡാമേജ് ആയി പോകുന്ന ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുക, ഹോട്ട് എയർ ഓവനിൽ ഉപയോഗിക്കുക. ഓക്കെ, such as laboratory glassware, faucets, scalpels, powders, oils ഒക്കെ. അപ്പൊ അതിനൊരു ഹോൾഡിംഗ് പീരീഡ് ഉണ്ട്. എന്താണ് ഈ ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത്? അതായത് ഒരു എത്ര സമയമാണ് അതിനൊരു ടെമ്പറേച്ചറിൽ നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എന്നാൽ അതിലുള്ള എല്ലാ ഓർഗാനിസംസും, അതായത് ഹീറ്റ്, ഈവൻ സ്പോറുകൾ വരെ നശിച്ചു പോകണമെങ്കിൽ ഏത് ടെമ്പറേച്ചറിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കണം. ആ ഒരു ടെമ്പറേച്ചറിലാണ് നമ്മൾ ആ ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് ടൈം, എത്ര ടൈം നമ്മൾ ആ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിൽ ഹോൾഡ് ചെയ്ത് വെക്കണം, അതാണ് ഈ ഹോൾഡിംഗ് പീരീഡ്. അപ്പൊ ഹോട്ട് എയർ ഓവന്റെ ഹോൾഡിംഗ് പീരീഡ് എത്രയാണ്? യെസ്, ഇറ്റ് ഈസ് 160 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1 hour. അപ്പൊ ബാക്കി ഓപ്ഷനിൽ കാണിച്ചിരിക്കുന്ന നോക്കിയാലോ, നമുക്ക് 120 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 minutes പറഞ്ഞു. ഓക്കെ, പക്ഷെ അത് എവിടെയാണ്? അത് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ അല്ല, മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ, അതായത് ഓട്ടോക്ലേവിങ്ങിനൊക്കെയാണ് ആ ഒരു ടെമ്പറേച്ചർ ഉപയോഗിക്കുക. ഓക്കെ, ഇനി 72 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 to 20 seconds നമ്മൾ പാസ്ചറൈസേഷനിലാണ് പഠിച്ചത്. പാസ്ചറൈസേഷനിൽ ലോ ടെമ്പറേച്ചർ ലോങ് ടൈം ഉണ്ട്, ലോ ടെമ്പറേച്ചർ ലോങ് ടൈം ഉണ്ട്, ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം ഉണ്ട്, അൾട്രാ ഹൈ ടെമ്പറേച്ചർ ഉണ്ട്.
അപ്പൊ ഈ 72°C ഫോർ 15 to 20 seconds എന്ന് പറയുന്നത് നമ്മൾ പാസ്ചറൈസേഷന്റെ കേസിലാണ് പഠിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൻ എക്സാമ്പിൾ ഓഫ് ഇൻഡിക്കേറ്റർ കൾച്ചർ മീഡിയ, കൾച്ചർ മെത്തേഡ്സ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ്. അപ്പൊ ഇതില് ഈ കൾച്ചർ മീഡിയയിൽ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അതിൽ ഇൻഡിക്കേറ്റർ കൾച്ചർ മീഡിയക്ക് ഒരു എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സ്റ്റുവർട്ട് മീഡിയം, ഓപ്ഷൻ ബി മെക്ലിയോഡ്സ് മീഡിയം, ഓപ്ഷൻ സി RCM, ഓപ്ഷൻ ഡി VR മീഡിയ. യെസ്, ആൻസർ ഈസ് ഓപ്ഷൻ ബി മെക്ലിയോഡ്സ് മീഡിയ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇൻഡിക്കേറ്റർ കൾച്ചർ മീഡിയക്ക് എക്സാമ്പിൾ ആണ് മെക്ലിയോഡ്സ് മീഡിയ. അപ്പൊ മെക്ലിയോഡ്സ് മീഡിയയുടെ അതർ നെയിം ആയിട്ട് നമുക്ക് പറയാം, ദാറ്റ് ഇസ് പൊട്ടാഷ്യം ടെലുറൈറ്റ് അഗർ. ഓക്കെ, മെക്ലിയോഡ്സ് മീഡിയ ഇറ്റ് ഇസ് അതർവൈസ് നോൺ ആസ് പൊട്ടാഷ്യം ടെലുറൈറ്റ് അഗർ. ഇറ്റ് ഇസ് എ ക്ലാസിക്കൽ എക്സാമ്പിൾ ഓഫ് ഇൻഡിക്കേറ്റർ കൾച്ചർ മീഡിയ. അപ്പൊ ഇവിടുത്തെ ഈ മെക്ലിയോഡ്സ് മീഡിയയുടെ പ്രത്യേകത എന്താണ്? അതിൽ പൊട്ടാഷ്യം ടെലുറേറ്റ് ഉണ്ട്, അതാണ് ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. Okay, when corine bacteria grows on it, the bacteria reduce the tellurite to metallic tellurium. അപ്പോൾ അതിന്റെ കോളനീസിന് ഒരു ഗ്രേ കളർ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളർ കാണിക്കാം. അപ്പൊ ഈ കളറിൽ നിന്ന് നമുക്ക് അതിനെ വിഷ്വലൈസ് ചെയ്ത് അതുപോലെ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ മെക്ലിയോഡ്സ് മീഡിയം എങ്ങനെയാണ്? പൊട്ടാഷ്യം ടെലുറേറ്റ് അഗർ. ഓക്കെ, അപ്പൊ മെക്ലിയോയിഡ്സ് മീഡിയ ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് പൊട്ടാഷ്യം ടെലുറൈറ്റ് അഗർ. അതൊരു ഇൻഡിക്കേറ്റർ കൾച്ചർ മീഡിയ ആണ്. അവിടെ ആരാ ഇൻഡിക്കേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്? പൊട്ടാഷ്യം ടെലുറേറ്റ് ആണ്. ഇനി ബാക്കി ഓപ്ഷനിൽ ഏതൊക്കെയാ ഉള്ളത്? സ്റ്റുവർട്ട്സ് മീഡിയ, RCM, VR അല്ലെ. എന്താണ് ഈ സ്റ്റുവർട്ട് മീഡിയത്തിന്റെ പ്രത്യേകത? അതൊരു ട്രാൻസ്പോർട്ട് മീഡിയ ആണ്. ഓക്കെ, അതായത് ഒരു ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഈ സ്റ്റുവർട്ട് മീഡിയ അതൊരു നോൺ ന്യൂട്രിയൻ മീഡിയ ആണ്. അപ്പൊ അതിന്റെ വയബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇപ്പോ മൾട്ടിപ്ലൈ ചെയ്യാതെ ലാബിൽ എത്തിക്കുന്നത് വരെ വയബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റുവർട്ട് മീഡിയ ഉപയോഗിക്കാം ഇൻ ഡെലിക്കേറ്റ് ഓർഗാനിസംസ് ലൈക്ക് നെയ്സറേറിയ, ഗൊണോറിയക്കൊക്കെ. ഇനി RCM എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയ. അത് നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊരു അനൈറോബിക് മീഡിയ ആണ്. കേട്ടോ. ഓക്കെ, അത് അനൈറോബിക് ബാക്ടീരിയയുടെ കൾട്ടിവേഷൻ ആണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. ഓക്സിജൻ വേണ്ടാത്തൊരവസ്ഥയിൽ RCM ഉപയോഗിക്കുന്നു. ദാറ്റ് ഈസ് റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയ. ഇനി ഒന്ന് പറഞ്ഞു VR മീഡിയ അല്ലെ, ദാറ്റ് ഈസ് വെങ്കട്ടരാമൻ രാമകൃഷ്ണൻ മീഡിയ. അതും ഒരു ട്രാൻസ്പോർട്ട് മീഡിയ ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റുവർട്ട് മീഡിയ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പോർട്ട് മീഡിയ ആയിരുന്നു. VR മീഡിയ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പോർട്ട് മീഡിയ ആയിരുന്നു. ഓക്കെ, അപ്പൊ VR മീഡിയ കൂടുതൽ ഉപയോഗിക്കുന്നത് ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫീക്കൽ സാമ്പിൾ ഫ്രം പേഷ്യൻസ്. ഇപ്പൊ കോളറ ഉണ്ടെന്ന് സസ്പെക്ട് ചെയ്യുന്ന പേഷ്യൻസിന്റെ ഫീക്കൽ സാമ്പിൾ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു മീഡിയ ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ വിബ്രിയോ കോളർ, അപ്പൊ കോളറെ സസ്പെക്ട് ചെയ്യുന്ന പേഷ്യൻസിന്റെ ഫീസസ് ആ സാമ്പിൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുന്നതാണ് VR മീഡിയ. സ്റ്റുവർട്ട് മീഡിയ ഗൊണോറിയ സസ്പെക്ട് ചെയ്യുമ്പോൾ സ്റ്റുവർട്ട് നിസറേറിയ ഗൊണോറിയയുടെ ഒക്കെ വയബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു നോൺ ന്യൂട്രിയൻ മീഡിയ ആണ്. കാരണം മൾട്ടിപ്ലൈ ചെയ്യാതെ കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ സ്റ്റുവർട്ട് മീഡിയ യൂസ് ചെയ്യുന്നത്. RCM എന്താണ്? അനൈറോബിക് മീഡിയ. അപ്പൊ ഇവിടെ ആൻസറിൽ ഇൻഡിക്കേറ്റർ കൾച്ചർ മീഡിയ ഏതാണ്? ഈ മെക്ലിയോയിഡ്സ് മീഡിയ ആണ് ഇൻഡിക്കേറ്റർ കൾച്ചർ മീഡിയ. സ്റ്റുവർട്ട് മീഡിയ നമ്മൾ എന്താ പറഞ്ഞേ? ഇറ്റ് ഇസ് എ ട്രാൻസ്പോർട്ട് മീഡിയ. ഇനി RCM റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് ബോൾ അതെന്തായിരുന്നു? അനൈറോബിക് ആണ് മീഡിയ. ഓക്കെ, VR മീഡിയ എന്താ പറഞ്ഞ? ട്രാൻസ്പോർട്ട് മീഡിയ. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് മെക്ലിയോയിഡ്സ് മീഡിയ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ റിയേജന്റ് ഫോർ ദ ഓക്സിഡേസ് റിയാക്ഷൻ ഓഫ് ബാക്ടീരിയ ഈസ് ഓപ്ഷൻ എ methyl amino benzaldehyde, Nessler's reagent, alpha naphtholene, ethanol, tetramethyl phenylene diamine hydrochloride. ഇവിടെ D ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ആൻസർ ആയിട്ട് വരുന്നത് D ആണ്. ഓക്കെ, ദ ഓക്സിഡൈസ് ടെസ്റ്റ് എന്ന് പറയുന്നത്, ഓക്സിഡൈസ് ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ടു ഐഡന്റിഫൈ ദ ബാക്ടീരിയ ദാറ്റ് പ്രൊഡ്യൂസ് എൻസൈം സൈറ്റോക്രോം ഓക്സിഡൈസ്. ഓക്കെ, സൈറ്റോക്രോം ഓക്സിഡൈസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ടാക്കുന്ന ബാക്ടീരിയനെ മനസ്സിലാക്കാനാണ്. അപ്പൊ അതിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു റിയേജന്റ് ആണ്, കോവാക്സ് ഓക്സിഡൈസ് റിയേജന്റ്. ഓക്കെ, കോവാക്സ് ഓക്സിഡൈസ് റിയേജന്റ്, കോവാക്സ് ഓക്സിഡൈസ്, അതിന്റെ പേരാണ് ടെട്രാമീഥൈൽ പി ഫിനൈലിൻ ഫിനലീൻ ഡയമൈൻ ഡൈഹൈഡ്രോക്ലോറൈഡ്. ഓക്കെ, അപ്പൊ ഇവിടെ ബാക്ടീരിയയിൽ അഥവാ സൈറ്റോക്രോം ഓക്സിഡൈസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ടെങ്കിൽ ഈ റിയേജന്റിന് ഏത് കളറായി മാറും? റിയേജന്റ് ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ പർപ്പിൾ കോമ്പൗണ്ട് ഇൻഡോഫിനോൾ ബ്ലൂ ആയി മാറും. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള പി ഡൈമീഥൈൽ അമിനോ ബെൻസാൽഡിഹൈഡിന്റെ പ്രത്യേകത എന്താണ്? അത് എർലിക്സ് റിയേജന്റിന്റെ ഒരു കമ്പോണന്റ് ആണ്. അത് കൂടുതലും ഇൻഡോൾ ടെസ്റ്റിലാണ് ഉപയോഗിക്കുന്നത്. ഇനി നെസ്ലേഴ്സ് റിയേജന്റ് ആണെങ്കിൽ അമോണിയ ഡിറ്റക്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇനി ആൽഫ നാഫ്തോളിൻ എത്തനോൾ ആണെങ്കിൽ അത് കൂടുതൽ നമ്മൾ പെയർ ചെയ്യുന്നത് ഈ VP ടെസ്റ്റിൽ അസെറ്റോൺ പ്രൊഡക്ഷന് വേണ്ടിയൊക്കെയാണ്, ഡിറ്റക്ട് ചെയ്യാനൊക്കെയാണ്.
അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്സിഡൈസ് റിയാക്ഷൻ ഓഫ് ബാക്ടീരിയയുടെ റിയേജന്റ് ഏതാണ്? കൊവാക്സ് റിയേജന്റ് അല്ലെ, കൊവാക്സ് ഓക്സിഡൈസ് റിയേജന്റ്, അതായത് ടെട്രാമീഥൈൽ പി ഫിനലിൻ ഡൈഅമൈൻ ഹൈഡ്രോക്ലോറൈഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ആസിഡ് ഫാസ്റ്റ്നെസ് ഓഫ് ബാക്ടീരിയ. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ്, നമുക്കറിയാം ആസിഡ് ഫാസ്റ്റ് ബാസിലയൊക്കെ ഉണ്ട്. അപ്പൊ ഈ ബാക്ടീരിയയുടെ ആസിഡ് ഫാസ്റ്റ്നെസ്സിന് കാരണം എന്താണ്? ഓപ്ഷൻ എ മൈക്കോളിക് ആസിഡ്, ഓപ്ഷൻ ബി ഫ്ലജലിൻ, ഓപ്ഷൻ സി കാർബോക്സിലിക് ആസിഡ്, ഓപ്ഷൻ ഡി സ്ലൈം ലെയർ. അപ്പൊ ബാക്ടീരിയയുടെ ആസിഡ് ഫാസ്റ്റ്നെസ്സിന് കാരണം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, മൈക്കോളിക് ആസിഡ് ആണോ, ഫ്ലജലിൻ ആണോ, കാർബോക്സിലിക് ആസിഡ് ആണോ, അതോ സ്ലൈം ലെയർ തന്നെയാണോ? എന്താണ് കാരണം? യെസ്, ഇറ്റ് ഈസ് ഡ്യൂ ടു മൈക്കോളിക് ആസിഡ് കാരണമാണ് ആസിഡ് ഫാസ്റ്റ്നെസ് ഉണ്ടാകുന്നത്. അതായത് ചില ബാക്ടീരിയയുടെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയാം ഈ ആസിഡ് ഫാസ്റ്റ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കൂടുതലായിട്ട് മൈക്കോബാക്ടീരിയം, അതായത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് അല്ലെങ്കിൽ മൈക്കോബാക്ടീരിയം ലെപ്രെ, ഈ മൈക്കോബാക്ടീരിയം എന്ന് പറയുന്ന ജീനസ് ബാക്ടീരിയയ്ക്കാണ് ഈ ആസിഡ് ഫാസ്റ്റ്നെസ് എന്ന് പറയുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടി ഉള്ളത്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? അതായത് സ്റ്റെയിനിങ്ങിന്റെ സമയത്ത് ആസിഡ് ആഡ് ചെയ്താലോ ആൽക്കലി ആഡ് ചെയ്താലോ ഒന്നും കളർ മാറത്തില്ല. ദേ മേക്സ് ദം റെസിസ്റ്റന്റ് ടു ദ ഡീകളറൈസേഷൻ ബൈ ആസിഡ് ആൽക്കഹോൾ ഡ്യൂറിങ് സ്റ്റെയിനിങ് പ്രൊസീജിയേഴ്സ്. അതിന് കാരണം ഒരു വാക്സ് പോലത്തെ ഒരു ബാരിയർ ഉണ്ട്, അതായത് അതിന് കാരണം മൈക്കോളിക് ആസിഡ് ആണ്. ഈ സെൽ വോളിൽ മൈക്കോളിക് ആസിഡ് ഉള്ളത് കൊണ്ട് അതൊരു വാക്സി ബാരിയർ ആണ്. അപ്പൊ ഏതെങ്കിലും ആസിഡ് ഒക്കെ ആഡ് ചെയ്താലൊന്നും അതിന്റെ കളർ പോകത്തില്ല. അതിനെയാണ് ആസിഡ് ഫാസ്റ്റ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഹൈ ലിപ്പിഡ് കണ്ടന്റ് കാരണം ഒരു ഇംപെർമിയബിൾ മെംബ്രെയിൻ, ഒരു വാക്സ് പോലത്തെ ലെയർ ആവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആദ്യം സ്റ്റെയിനിങ്ങിൽ പ്രൈമറി സ്റ്റെയിൻ ഉപയോഗിച്ചു എന്ന് വെച്ചോ, കാർബോൾ ഫ്യൂഷൻ. അപ്പൊ അതെന്താ ചെയ്യുന്നത്? അത് ഈ മൈക്കോളിക് ആസിഡുമായിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോൾ അതിനെ നമുക്ക് പെട്ടെന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ ഈ യുണീക് ട്രേറ്റ് ആണ് സെയിൽ നെയിൽസൺ അല്ലെങ്കിൽ കിനിയോൺ സ്റ്റെയിനിങ് ടെക്നിക്കിൽ ഉപയോഗിച്ച് നമ്മൾ ട്യൂബർകുലോസിസും ലെപ്രസിയും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ആസിഡ് ഫാസ്റ്റ്നെസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി മൈക്കോബാക്ടീരിയം ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയയ്ക്ക് ഉള്ളതാണ് അല്ലെ, ആസിഡ് ഫാസ്റ്റ്നെസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഓക്കെ, അപ്പൊ അതിന് കാരണം എന്താണ്? ഇറ്റ് ഇസ് ഡ്യൂ ടു ദ മൈക്കോളിക് ആസിഡ്. ഇനി ഓപ്ഷനിലുള്ള ഫ്ലജലിൻ എന്ന് പറയുന്നത് എന്താ അറിയോ? അത് ഈ ഫ്ലജലയുടെ പ്രൈമറി പ്രോട്ടീൻ ആണ്. അത് ഫ്ലജല എന്തിനാ ഉപയോഗിക്കുന്നത്? മൂവ് ചെയ്യാനും മോട്ടിലിറ്റിക്ക് വേണ്ടിയാണ്. ഇനി കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, അതൊരു മൈക്കോളിക് ആസിഡ് ഒരു ടിപ്പിക്കൽ കാർബോക്സിലിക് ആസിഡ് ആണെങ്കിലും അതൊരു കാർബോക്സിലിക് ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ കാറ്റഗറിയാണ്, ആസിഡ് ഗ്രൂപ്പ് ആണ്. ഓക്കെ, അല്ലാതെ ആസിഡ് ഫാസ്റ്റ്നെസ്സിന് കാരണം ഈ കാർബോക്സിലിക് ആസിഡ് എന്ന് പറയാൻ പറ്റോ? ഇല്ല. അതിന് കാരണം എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു മൈക്കോളിക് ആസിഡ്. ഓക്കെ, അടുത്തത് സ്ലൈം ലെയർ. സ്ലൈം ലെയർ എന്ന് പറയുന്നത് യെസ് ബാക്ടീരിയനെ ഇങ്ങനെ സർഫസിൽ പോയി ഇങ്ങനെ പറ്റിയിരിക്കാൻ, അധേർ ചെയ്തിരിക്കാനും ഡീഹൈഡ്രേഷൻ റെസിസ്റ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ലൂസ് ആയിട്ടുള്ള ഒരു ലെയർ ആണ്. ഈ സ്ലൈം ലെയറിൽ എന്തൊക്കെയാ ഉള്ളത്? സ്ലൈം ലെയറിൽ പോളിസാക്കറൈഡ്സും ഗ്ലൈക്കോ പ്രോട്ടീൻസ് ഒക്കെ ഉള്ള ഒരു ലെയർ ആണ്. അല്ലാതെ ഈ ലെയർ കാരണമല്ല ആസിഡ് ഫാസ്റ്റ്നെസ് കിട്ടുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആസിഡ് ഫാസ്റ്റ്നെസ് എന്ത് കാരണമായിരുന്നു? ആസിഡ് ഫാസ്റ്റ്നെസ് കൂടുതൽ മൈക്കോബാക്ടീരിയത്തിലാണ് കാണുന്നത്. അതിന് കാരണം എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു മൈക്കോളിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പാരസൈറ്റ് ഓഫ് ബിനൈൻ ടേർഷ്യൻ മലേറിയ ഈസ് പ്ലാസ്മോഡിയം ഓവൈൽ, പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം ഫാൽസിപാരം, പ്ലാസ്മോഡിയം മലേറിയ. ഇതിൽ ബിനൈൻ ടേർഷ്യൻ മലേറിയ നമുക്ക് പഠിക്കാം. അപ്പൊ മലേറിയയിൽ ബിനൈൻ ടേർഷ്യൻ മലേറിയ ഉണ്ടാക്കുന്നത് ആരാണ്? യെസ്, ഇറ്റ് ഈസ് പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് ബിനൈൻ ടേർഷ്യൻ മലേറിയ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ബിനൈൻ ടേർഷ്യൻ മലേറിയയുടെ പാരസൈറ്റ് എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം വൈവാക്സ് ആണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ബിനൈൻ ടേർഷ്യൻ മലേറിയയുടെ പ്രത്യേകത എന്താണ്? യെസ്, എവരി 48 hours, അതായത് എവരി 3rd ഡേ പനി വരും. ഒരു ഫീവർ റെക്കർ ചെയ്യുന്നത് എവരി 3rd ഡേ ആണ്. ഓക്കെ, പക്ഷേ പ്ലാസ്മോഡിയം ഒവയിലും ഉണ്ടാക്കുമെങ്കിലും കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് പ്ലാസ്മോഡിയം വൈവാക്സ് തന്നെയാണ്. അവിടെ ആൻസർ ആയിട്ട് പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് വരുന്നത്. ഓക്കെ, ഇനി മാലിഗ്നന്റ് ടെർഷ്യൻ മലേറിയ ഉണ്ടാക്കുന്നത് ആരാണ്? പ്ലാസ്മോഡിയം ഫാൽസിപാരം ആണ്. ഓക്കെ, പ്ലാസ്മോഡിയം ഫാൽസിപാരം ആണ് മാലിഗ്നന്റ് ടെർഷ്യൻ മലേറിയ ഉണ്ടാക്കുന്നത്. സോ മാലിഗ്നന്റ് ടെർഷ്യൻ മലേറിയ ഈസ് കോസ്ഡ് ബൈ പ്ലാസ്മോഡിയം ഫാൽസിപാരെ. ഇനി അടുത്ത ക്വാർട്ടൻ മലേറിയ ഉണ്ടാക്കുന്നത് ആരാണ്? പ്ലാസ്മോഡിയം മലേറിയ. അപ്പൊ ക്വാർട്ടൻ മലേറിയ ഉണ്ടാക്കുന്നത് ആരാണ്? പ്ലാസ്മോഡിയം മലേറിയ. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ബിനൈൻ ടേർഷ്യൻ മലേറിയ കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത് പ്ലാസ്മോഡിയം വൈവാക്സ് ആണ്. അപ്പൊ ഓപ്ഷനിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്ന ആൻസർ പ്ലാസ്മോഡിയം വൈവാക്സ്. ഫാൽസിപാര എന്താ ഉണ്ടാക്കുന്നത്? മാലിഗ്നന്റ് ടേർഷ്യൻ മലേറിയ ആണ്. പ്ലാസ്മോഡിയം മലേറിയ എന്താ ഉണ്ടാക്കുന്നത്? ക്വാർട്ടൻ മലേറിയ ആണ്.
ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്ലാസ്മോഡിയം മലേറിയ ഇൻഫെക്ഷൻ in plasmodium malaria infection infected RBCs shows option A James dots, option B Mauro's dots, option C Siemens dots, option D Schaffner's dots. അതായത് പ്ലാസ്മോഡിയം മലേറിയയുടെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ RBCയിൽ ഏത് ഡോട്ടാ കാണുന്നത്? ഇത് പലതരത്തിൽ കുറെ ഡോട്ടിന്റെ പേരുണ്ട്. അതിൽ പ്ലാസ്മോഡിയം മലേറിയയുടെ ഇൻഫെക്ഷൻ ആണെങ്കിൽ RBCയിൽ ഏത് ഡോട്ടാ വരിക? യെസ്, ഇറ്റ് ഈസ് സീമാൻസ് ഡോട്ട്സ് ആണ്. ഓക്കെ, ഇനി മോറോസ് ഡോട്ട്സ് എവിടെയാ വരുന്നത്? മോറോസ് ഡോട്ട്സ് വരുന്നത് എവിടെയാണ്? യെസ്, പ്ലാസ്മോഡിയം ഫാൽസിപാരം ആണെങ്കിൽ. അപ്പൊ മോറോസ് ഫോർ പ്ലാസ്മോഡിയം ഫാൽസിപാരം ഇൻഫെക്ഷൻ. പ്ലാസ്മോഡിയം മലേറിയ ആണെങ്കിൽ സീമാൻസ് ഡോട്ട്സ് ആണ്. ഓക്കെ, ഇനി വൈവാക്സിലും ഒവേലിലുമാണ് ഷഫ്നേഴ്സ് ഡോട്ട്സ്. ഓക്കെ, വൈവാക്സിലും ഒവേലിലും. അപ്പൊ പ്ലാസ്മോഡിയം വൈവാക്സ് അതുപോലെ ആണെങ്കിൽ ഏതാണ് ഡോട്ട് വരുന്നത്? യെസ്, ഇറ്റ് ഈസ് ഷഫ്നേഴ്സ് ഡോട്ട്സ്. ഇനി പ്ലാസ്മോഡിയം ഒവേൽ ആണെങ്കിൽ ഏതാണ് വരുന്നത്? യെസ്, ഇറ്റ് ഈസ് ജെയിംസ് ഡോട്ട്സ് ആണ് വരുന്നത്. ഇനി പ്ലാസ്മോഡിയം ഫാൽസിപാരം ആണെങ്കിൽ ഏതാ വരുന്നത്? യെസ്, ഇറ്റ് ഈസ് മൗറോസ് ഡോട്ട്സ് ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ആൻ എക്സാമ്പിൾ ഓഫ് ക്ലിയറിംഗ് ഏജന്റ് യൂസ്ഡ് ഫോർ ടിഷ്യൂ പ്രോസസിംഗ് ഇൻ ഹിസ്റ്റോപാത്തോളജി ലബോറട്ടറി. ഹിസ്റ്റോപാത്തോളജി നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ? അപ്പൊ ഹിസ്റ്റോപാത്തോളജിയിലെ ലാബില് ടിഷ്യൂ പ്രോസസിംഗ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പൊ ടിഷ്യൂ പ്രോസസിംഗിന് ഉപയോഗിക്കുന്ന ക്ലിയറിംഗ് ഏജന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സെഡാർവുഡ് ഓയിൽ, ഓപ്ഷൻ ബി എത്തനോൾ, ഓപ്ഷൻ സി പാരഫിൻ വാക്സ്, ഓപ്ഷൻ ഡി ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ. ഏതാണ് ക്ലിയറിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്? യെസ്, സെഡാർവുഡ് ഓയിൽ ആണ്. സെഡാർവുഡ് ഓയിൽ ആണ് ഹിസ്റ്റോപെത്തോളജി ലാബുകളിൽ ടിഷ്യൂ പ്രോസസിംഗിന് ഉപയോഗിക്കുന്ന ക്ലിയറിംഗ് ഏജന്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു നമുക്ക് ടിഷ്യൂ പ്രോസസിംഗ് പഠിക്കാനുണ്ട്. അതിലൊരു സ്റ്റെപ്പാണ് അല്ലെ ഈ ഒരു ക്ലിയറിംഗ് നടത്തുക. അതായത് റിമൂവിംഗ് ദ ഡിഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആൻഡ് റീപ്ലേസിംഗ് വിത്ത് ദ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് മിസിബിൾ വിത്ത് ദ എംബഡിംഗ് മീഡിയ സച്ച് ആസ് പാരഫിൻ വാക്സ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതിനുപയോഗിക്കുന്ന ക്ലിയറിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഇസ് സെഡാർവുഡ് ഓയിൽ ആണ് ഉപയോഗിക്കുന്നത്. കാരണം ഇത് ഉപയോഗിക്കുമ്പോൾ ടിഷ്യൂ കുറെ ഷ്രിങ്ക് ചെയ്യത്തില്ല. അപ്പൊ നമുക്ക് ബ്രിട്ടിൽ ആയിട്ട് തന്നെ ഇരിക്കും. അപ്പൊ നമുക്ക് കുറെ നേരം അതിനെ ഓയിലിൽ തന്നെ ലീവ് ചെയ്യാൻ സാധിക്കും. കുറച്ചുകൂടെ സേഫ് ആണ്, കുറച്ചുകൂടെ കോമൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഇനി എത്തനോൾ എന്ന് പറയുന്നത് ഒരിക്കലും ക്ലിയറിംഗ് ഏജന്റ് അല്ല. എത്തനോൾ എന്താണ്? ഒരു ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുക. അതായത് വെള്ളമൊക്കെ പോകാനായിട്ട് എത്തനോൾ ഉപയോഗിക്കാം. ഇനി പാരഫിൻ വാക്സ് എന്ന് പറയുന്നത് ഒരു എംബഡിംഗ് ഏജന്റ് ആണ്. അതായത് ക്ലിയറിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിന് കുറച്ചുകൂടെ സ്ട്രെങ്ത് കിട്ടാനായിട്ട് പാരഫിൻ വാക്സ് ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ എന്താണ്? അതും ഒരു ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്, വെള്ളം പോകാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, കോൾഡ് അസെറ്റോൺ ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. എന്താണ് കോൾഡ് അസെറ്റോൺ? ഈസ് ഇറ്റ് എ ന്യൂക്ലിയർ ഫിക്സേറ്റീവ് ഓർ എ വേപ്പർ ഫിക്സേറ്റീവ് ഓർ എ ഹിസ്റ്റോകെമിക്കൽ ഫിക്സേറ്റീവ് ഓർ സൈറ്റോപ്ലാസ്മിക് ഫിക്സേറ്റീവ്? കോൾഡ് അസെറ്റോൺ എന്തിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് കോൾഡ് അസെറ്റോൺ എന്ന് പറയുന്നത്? യെസ്, ഹിസ്റ്റോപെത്തോളജി ഒക്കെ പഠിക്കാനുണ്ട്. ഇതിപ്പോ ഹിസ്റ്റോകെമിക്കൽ ഫിക്സേറ്റീവ് ഫിക്സേഷൻ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ് കേട്ടോ. MLT ടോപ്പിക്സ് വളരെ എളുപ്പത്തിൽ തന്നെ പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പം MLT ടോപ്പിക്സ് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ ചോദിച്ച് കണ്ടേക്കുന്നത് കേട്ടോ. അപ്പൊ കോൾഡ് അസെറ്റോൺ എന്ന് പറയുന്നത് ഹിസ്റ്റോകെമിക്കൽ ഫിക്സേറ്റീവ് ആണ്. അപ്പൊ ഇപ്പൊ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നിന്ന് തന്നെ മുൻവർഷ ചോദ്യങ്ങളിലെല്ലാം ചോദ്യപേപ്പറുകളിൽ വളരെ എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇനിയും പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും സമയം കളയാതെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ലാബ് അസിസ്റ്റന്റ്. വളരെ എളുപ്പത്തിൽ +2 സയൻസ് ബയോളജി പഠിച്ചവർക്ക് വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ iPlus കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിരിക്കുകയാണ്. ആ ടോപ്പിക്സ് ഇപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാണ്. ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നമ്മൾ ഓരോ എല്ലാ ഓപ്ഷൻസും നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കും. അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ തന്നെ ഒരു 4-5 ടോപ്പിക്കാണ് പഠിച്ചു പോകുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. അതുപോലെ ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ലൈവ് PYQ ഡിസ്കഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ കോൾഡ് അസെറ്റോൺ എന്തിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം? ഒരു ഹിസ്റ്റോകെമിക്കൽ ഫിക്സേറ്റീവ് ആയിട്ട് പറയാം. ബിക്കോസ് ഇറ്റ് പ്രിസർവ്സ് ദ കെമിക്കൽ കോൺസ്റ്റുവന്റ് ഓഫ് സെൽസ്, particularly enzymes like phosphatase and lipases for demonstration. കോൾഡ് അസെറ്റോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ 4 ഡിഗ്രി സെൽഷ്യസിലാണ് അത് ഉപയോഗിക്കുന്നത്, എന്നാൽ അതിന്റെ എൻസൈം ആക്ടിവിറ്റി നിൽക്കുള്ളൂ. ഓക്കെ, അപ്പൊ കോൾഡ് അസെറ്റോൺ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ന്യൂക്ലിയർ ഫിക്സേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത് ആരൊക്കെയാണ്? കാർനോയ്സ് ഫ്ലൂയിഡ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കോ. കാർനോയ്സ് ഫ്ലൂയിഡ്, ക്ലാർക്സ് ഫ്ലൂയിഡ് ഒക്കെയാണ്. ഓക്കെ, അതായത് ന്യൂക്ലിയർ ക്രോമാറ്റിൻ ഒക്കെ പ്രിസർവ് ചെയ്യാനായിട്ട്. ഇനി വേപ്പർ ഫിക്സേറ്റീവ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് ഗേഷ്യസ് സ്റ്റേറ്റിൽ ഫോർമാൽഡിഹൈഡ് വേപ്പറോ ഓസ്മിയം ടെട്രോക്സൈഡ് വേപ്പർ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്.
ഓക്കെ, സൈറ്റോപ്ലാസ്മിക് ഫിക്സേറ്റീവ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? ചാമ്പീസ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ റെഗൌട്ട്സ് ഫ്ലൂയിഡ് ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക സൈറ്റോപ്ലാസ്മിക് ഫിക്സേറ്റീവ് ആയിട്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് യൂസ്ഡ് ആസ് പ്രിസർവേറ്റീവ് ഇൻ മേയേഴ്സ് ഹെമറ്റോക്സിലിൻ സ്റ്റെയിൻ. ഓക്കെ, സ്റ്റെയിനിങ്ങിൽ നമ്മൾ ഈ ഒരു സിലബസിന്റെ പ്രത്യേകത വളരെ സ്പെസിഫിക് ആയിട്ടാണ് നിങ്ങൾ സിലബസിൽ എന്തൊക്കെ പഠിക്കണം എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പൊ ആ സിലബസിലുള്ള അതാത് കാര്യങ്ങൾ പഠിച്ചിരുന്നാൽ തന്നെ അത് നമ്മൾ വളരെ ഡെപ്തിൽ തന്നെ ആയിരിക്കും പഠിക്കുന്നത്. അപ്പൊ അത് പഠിച്ചിരുന്നാൽ തന്നെ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത്ര സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു സിലബസ് പറയില്ല. അത്രയ്ക്ക് സ്പെസിഫിക് ആയിട്ട് ഓരോ ടോപ്പിക്കിലും എന്ത് പഠിക്കണം. അപ്പൊ വളരെ വാസ്റ്റ് സിലബസ് ആയിട്ട് കരുതണ്ട. ഇപ്പൊ മൈക്രോബയോളജി ആണെങ്കിൽ അതിൽ നിന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെ പഠിക്കണം, ഈ ഒരു സ്റ്റെയിനിങ്ങിൽ നിങ്ങൾ എന്തെല്ലാം പഠിക്കണം, H&D സ്റ്റെയിനാ പഠിക്കേണ്ടത്. അപ്പൊ അതത്ര സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അതുകൊണ്ട് തന്നെ മൈക്രോബയോളജി ടോപ്പിക്സ് വളരെ എളുപ്പത്തിൽ കവർ ചെയ്യാൻ സാധിക്കും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിങ്ങൾ ഓൾറെഡി +2 പഠിച്ചത് ഒന്ന് ബ്രഷപ്പ് ചെയ്താൽ മതിയാകും. ഇനി VHSC MLT പഠിച്ചവർക്കാണെങ്കിൽ MLT ഓക്കെയാണ്, മറ്റേ പോർഷനാണ് ഒന്ന് ബ്രഷപ്പ് ചെയ്യേണ്ടത്. അപ്പൊ രണ്ട് കൂട്ടർക്കായാലും പഠിച്ചെടുക്കാൻ പറ്റുന്ന, ഇനിയുള്ള സമയം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതും റിവിഷൻ നടത്തി മാക്സിമം MCQs മോക്കും എഴുതി നിങ്ങൾക്ക് വളരെ ട്രെയിൻഡ് ആയിട്ട് തന്നെ എക്സാമിന് അപ്പിയർ ചെയ്യാനുള്ള സമയം ഇനിയുണ്ട്. അപ്പൊ ഇനി വെച്ച് താമസിപ്പിക്കാതെ പഠിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മേയേഴ്സ് ഹെമറ്റോക്സിലിൻ സ്റ്റെയിനിൽ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ്. ഓപ്ഷൻ എ സോഡിയം അസൈഡ്, ഓപ്ഷൻ ബി സോഡിയം അയഡേറ്റ്, ഓപ്ഷൻ സി ഗ്ലിസറോൾ, ഓപ്ഷൻ ഡി ക്ലോറാൽ ഹൈഡ്രേറ്റ്. ഏതാണ് ഉപയോഗിക്കുന്നത് പ്രിസർവേറ്റീവ് ആയിട്ട്? യെസ്, ഇറ്റ് ഈസ് ക്ലോറാൽ ഹൈഡ്രേറ്റ് ആണ് മേയേഴ്സ് ഹെമറ്റോക്സിലിൻ സ്റ്റെയിനിൽ പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അത് എന്തിനാണെന്നറിയോ? മോൾഡിന്റെ ഒക്കെ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ്. അത് നമ്മൾ ഹെമറ്റോക്സിലിൻ, അലൂമിനിയം ഓർ പൊട്ടാഷ്യം, സോഡിയം അയഡേറ്റ്, സിട്രിക് ആസിഡ്, നമ്മുടെ ഹെമറ്റോക്സിലിൻ സ്റ്റെയിൻ ഇല്ലേ, മേയേഴ്സ് ഹെമറ്റോക്സിലിൻ സ്റ്റെയിനിൽ ഏതാ ആഡ് ചെയ്യുക? അത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതാ ആഡ് ചെയ്യുന്നത്? ക്ലോറാൽ ഹൈഡ്രേറ്റ്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യനുകളാണ്. ഓക്കെ, അതിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് എന്തൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെന്ന് ഒരു ഐഡിയ വേണം നമുക്ക്. ഓക്കെ, പിന്നെ വിചാരിക്കും ഫുൾ സിലബസ് പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താൽ പോരാ. നമ്മൾ പഠിച്ചു തുടങ്ങുക, കൂടെ തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക, MCQs കളക്ട് ചെയ്ത് തുടങ്ങുക. ഓക്കെ, ഫ്രം ദ ഡേ ഓഫ് സ്റ്റഡി നമ്മളത് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, വെറുതെ കുറെ കൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുക. കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മളൊരു ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ തന്നെ അതുമായി റിലേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ, അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് ട്രെയിൻ ചെയ്യിക്കുന്നതായിരിക്കും. അപ്പം ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസിന്റെ വെറുതെ മഗപ്പ് ചെയ്താൽ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ അല്ല ഇപ്പൊ PSC ചോദിക്കുന്നത് അല്ലെ. കുറച്ച് പക്ഷേ ഇതുവരെ ലാബ് അസിസ്റ്റന്റിൽ ചോദിച്ചതാണെങ്കിൽ ഒരുവിധം ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പൊ ഈ ഒരു ഇപ്പൊ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കാണുന്നത് ഒരുവിധം ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ എന്നാലും നമ്മൾ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റെയിൻ യൂസ്ഡ് ഫോർ ഹോർമോണൽ ഇവാലുവേഷൻ ഇൻ സൈറ്റോളജി ഈസ് ഓപ്ഷൻ എ ക്രസൈൽ വയലറ്റ്, ഓപ്ഷൻ ബി ഷോർ സ്റ്റെയിൻ, ഓപ്ഷൻ സി അസെറ്റിക് ഓർസെയിൻ, ഓപ്ഷൻ ഡി H&D സ്റ്റെയിൻ. ഷോർ സ്റ്റെയിൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഹോർമോണൽ സൈറ്റോ ഡയഗ്നോസിസിന് ഉപയോഗിക്കുന്നത് ഏതാണ്? ഷോർ സ്റ്റെയിൻ ആണ്. അതായത് വെജൈനൽ സ്മിയറിലൊക്കെ അവിടെയുള്ള എപ്പിത്തീലിയൽ സെല്ലിന്റെ മെച്ചുറേഷന് വേണ്ടി നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്? ഷോർ സ്റ്റെയിൻ. അപ്പൊ ഈ സ്റ്റെയിൻ കാണിക്കും ഈസ്നോഫിലിക് സെല്ലും സൈനോഫിലിക് സെല്ലും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ ഹോർമോണൽ ഇവാലുവേഷൻ സൈറ്റോളജിയിൽ ഏത് സ്റ്റെയിനാ ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് ഷോർ സ്റ്റെയിൻ. ഓക്കെ, ഹോർന്നുണ്ട്, ഹോർമോണൽ ആലോചിച്ചാൽ മതി. ഹോർമോണൽ ഷോർ സ്റ്റെയിൻ. ഓക്കെ, ഷോർ സ്റ്റെയിൻ ആണ് ഹോർമോണൽ സൈറ്റോ ഡയഗ്നോസിസിന് ഉപയോഗിക്കുന്നത്. ക്രസൈൽ വയലറ്റ് ഹിസ്റ്റോളജിയിൽ ഉപയോഗിക്കുന്നതാണ്. എന്തിനാ? ന്യൂക്ലിക് ആസിഡിനെയും ഒക്കെ സ്റ്റെയിൻ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അസെറ്റിക് ഓർസെയിനും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ക്രോമസോമിനെയൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ. H&D സ്റ്റെയിൻ അതായത് ഹെമറ്റോക്സിലിൻ ആൻഡ് ഇയോസിൻ എന്ന് പറയുന്നത് ഹിസ്റ്റോപെത്തോളജിയിലും സൈറ്റോളജിയിലും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഹോർമോണൽ ഇൻഡസിസ് ചോദിച്ചാൽ ഷോർ എന്ന് ആലോചിക്കാം. ഓക്കെ, ഇനി റൂട്ടീൻലി യൂസ്ഡ് സൈറ്റോളജിക്കൽ ഫിക്സേറ്റീവ്. നമുക്ക് ഹിസ്റ്റോപെത്തോളജി പഠിക്കാനുള്ളത് പോലെ തന്നെ സൈറ്റോളജിയും പഠിക്കാനുണ്ട്. അതിൽ ഫിക്സേഷൻ എല്ലാ സ്റ്റെപ്പുകളും പഠിക്കാനുണ്ട്. അപ്പൊ ഒരു സൈറ്റോളജിക്കൽ ഫിക്സേറ്റീവ് ആയിട്ട് റൂട്ടീൻ ആയിട്ട് ഉപയോഗിക്കുന്നത് കാർബോവാക്സ് ആണോ, കാർനോയിസ് ഫിക്സേറ്റീവ് ആണോ, 10% ഫോർമാലിൻ ആണോ, 95% എത്തനോൾ ഈതർ മിക്സ്ചർ ആണോ? യെസ്, ഇറ്റ് ഈസ് 95% എത്തനോൾ ഈതർ മിക്സ്ചർ ആണ്. ഓക്കെ, ഈ സൈറ്റോളജിക്കൽ പ്രോസസ്സിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആൽക്കഹോൾ ബേസ്ഡ് സൊല്യൂഷൻ ആയിരിക്കും കേട്ടോ.
എന്നാൽ മാത്രമേ സെല്ലിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണ്ടേ. അപ്പൊ ആ ഡീറ്റെയിൽസ് ഒക്കെ പ്രിസർവ് ചെയ്യാൻ പറ്റുള്ളൂ, സെല്ലിന്റെയും ന്യൂക്ലിയസിന്റെയും ഒക്കെ. കാരണം സെല്ലിലെ വെള്ളമൊക്കെ വാട്ടറൊക്കെ കളഞ്ഞ് ഡീഹൈഡ്രേറ്റ് ചെയ്ത് അതിന്റെ കണ്ടന്റ് കളർ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം സൈറ്റോളജി. അപ്പൊ സെല്ലും ന്യൂക്ലിയസും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ സ്ട്രക്ചർ പ്രിസർവ് ചെയ്യണമെങ്കിൽ ആരെയാ ഉപയോഗിക്കുക? ഫിക്സേറ്റീവ് ആയിട്ട് 95% എത്തനോൾ ഈതർ മിക്സ്ചർ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫിക്സേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിനെ നമ്മൾ ഷിൽക്രോട്സ് ഫിക്സേറ്റീവ് എന്നും പറയാറുണ്ട്. ഓക്കെ, കാർബോവാക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് പ്രോസസ്സിങ്ങിലൊക്കെ ഒരു കോട്ടിംഗ് ഫിക്സേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. കാർനോയിസ് ഫിക്സേറ്റീവ് എന്ന് പറയുന്നത് ബ്ലഡിന്റെ സ്പെസിമെൻ അതിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. 10% ഫോർമാലിൻ നമ്മൾ കൂടുതൽ ഹിസ്റ്റോപെത്തോളജിയില സൈറ്റോളജിനേക്കാൾ ഉപയോഗിക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ജൂനിയർ ലാബ് അസിസ്റ്റന്റിൽ മുൻവർഷം ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇതുപോലെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്